السلام عليكم ورحمة الله وبركاته إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ളവരെ, നമ്മൾ അർബഊന ഹദീസൻ ഫി തൗഹീദുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ചെറുഗ്രന്ഥമാണ് വായിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായി 11ഓളം ഹദീസുകൾ നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് 12ാമത്തെ ഹദീസാണ്. അൽ ഹദീസു സാനി ആശർ. 12ാമത്തെ ഹദീസിന് ഇദ്ദേഹം നൽകിയ ഹെഡിങ് മിനശ്ശിർക്കി അൽ ഇസ്തിആനത്തു ബിഗൈരില്ലാഹ് വദാലിക ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ശിർക്കിൽപ്പെട്ടതാണ് അൽ ഇസ്തിആനത്തു ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടൽ. വദാലിക ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അത് എന്തിലാണ് ശിർക്ക് വരിക? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോഴാണ്. ഈ ഹെഡിങ് ഏറെ വിശദീകരിക്കേണ്ട, പഠിക്കേണ്ട, തൗഹീദിൻ്റെ ബാബിൽ അല്ലെങ്കിൽ ഷിർക്കിൻ്റെ ബാബിൽ ഏറെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹെഡിങ്ങാണ്. നമ്മൾ പല ക്ലാസ്സുകളിലായി അത് വിശദീകരിച്ചിരുന്നു. സഹായം തേടൽ, ഇസ്തിആനത്ത് അനുവദനീയമാകുന്നത് ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരാളോടാണ്. ഒരാൾ മയ്യിത്താണ് എങ്കിൽ, അല്ലെങ്കിൽ ഗൈറു ഖാദിറാണെങ്കിൽ, കഴിവില്ലാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഗായിബാണ് എങ്കിൽ അവരോടുള്ള സഹായതേട്ടം ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് പെടും. അത് ഷിർക്കാണ് എന്ന്. അതാണ് ഇദ്ദേഹം ഹെഡിങ് കൊടുത്തത്, മിന ഷിർക്കി അൽ ഇസ്തിആനത്തു ബിഗൈരില്ലാഹ് വദാലിക ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. പണ്ഡിതന്മാരിൽ ഏറെ ചർച്ചയുള്ള ഒരു ഭാഗമാണത്. പ്രത്യേകിച്ച് ഖബറാരാധന നടത്തുന്ന ആൾക്കാർ, മരണപ്പെട്ടു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പറയും അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ എന്നൊരു ചർച്ച പുതിയതാണ്. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതാണ്. പൂർവികരാരും പറയാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം എന്നൊരു ചാർട്ട് വഹാബികൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മുമ്പും ഇതേ പ്രയോഗങ്ങൾ പ്രയോഗിച്ച പണ്ഡിതന്മാരെ സലഫി ഉലമാക്കൾ കൊണ്ടുവരാറുണ്ട്. മാലിക് മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഖറാഫി, അതേപോലെ തന്നെ ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം നവവി പോലുള്ള പണ്ഡിതന്മാരൊക്കെ തത്തുല്യമായ പ്രയോഗങ്ങൾ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ പറ്റും. എന്നല്ല ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് ഷിർക്കാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. പല ഉലമാക്കളും ഇതിൽ ഇജ്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 3 തേട്ടങ്ങൾ ഷിർക്കാണെന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും, ഹയ്യാകട്ടെ മയ്യിത്താകട്ടെ, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എങ്കിൽ അത് ഷിർക്കാണ്. രണ്ടാമത്തേത്, മയ്യത്തിനോട് എന്ത് ചോദിക്കലും ഷിർക്കാണ്. മൂന്നാമത്തേത്, ഗായിബിനോട് എന്ത് ചോദിക്കലും ഷിർക്കാണ്. ഈ 3 കാര്യം ഷിർക്കാണെന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന ഭാഗത്തെ നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇന്ന് അല്പം സമയം കുറവായതിനാൽ അദ്ദേഹം അതിൽ കൊണ്ടുവന്ന ഈ ഹെഡിങ്ങിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ഹദീസിനെ ചെറിയ രീതിയിൽ വിശദീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അടുത്ത ആഴ്ച ഉലമാക്കൾ പറഞ്ഞ ഇബാറത്തുകളൊക്കെ വായിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ഹെഡിങ് വളരെ ഗൗരവപ്പെട്ട ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഹെഡിങ്ങാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട് എന്നതിനാൽ അവരിലുള്ള ഉലമാക്കൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെപ്പോലുള്ള താലിബുൽ ഇൽമിനോട് സംസാരിക്കാൻ വരുമ്പോൾ ആധികാരികമായി പ്രമാണബദ്ധമായി അവർക്ക് ഇത് ശിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ഹെഡിങ്ങിൻ്റെ കീഴിലുള്ള വിശദീകരണങ്ങളും നമ്മൾ ആയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സാവകാശം 1-2 ക്ലാസ്സുകളിലായി ഈ ഒരു ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ഹെഡിങ്ങിൻ്റെ കീഴിൽ ഷെയ്ഖ് അവർ കൊണ്ടുവന്ന ഹദീസിനെ ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കുകയാണ്.
ഈ ഹെഡിങ്ങിനെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാൽ കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു, പിന്നിലായിരുന്നു. ഫഖാല, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, ഓ മകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്തു, ഇഹ്ഫലില്ലാഹ യഹ്ഫദുക, ഇഹ്ഫലില്ലാഹ തജിദുഹു തുജാഹക. ഇഹ്ഫലില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തഖ്വയിൽ ജീവിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നീ ജീവിക്കണം. ജീവിതത്തിൽ ഹലാല് ഹറാമുകൾ ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നീ ശ്രദ്ധിക്കണം. അങ്ങനെ നീ ജീവിക്കാൻ ശ്രദ്ധിച്ചാൽ യഹ്ഫളുക, അള്ളാഹു നിന്നെയും സൂക്ഷിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹിഫ്ളുള്ളാഹിയുടെ ഉദ്ദേശം രണ്ട് രീതിയിലാണ്. ഒന്ന്, ഹിഫ്ളുല്ലാഹി ഫി ഉമൂരി ദുനിയാന, നമ്മുടെ ദുന്യവിയായ കാര്യത്തിൽ അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം നൽകും. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ഹിഫ്ള് നൽകും. നമ്മുടെ മക്കളിൽ ഹിഫ്ള് നൽകും. നമുക്ക് ദുന്യവിയായി ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ. രണ്ടാമത്തത് ഹിഫ്ളുല്ലാഹി ഫി ദീനിന, നമ്മുടെ ദീനിൽ, നമ്മുടെ ഈമാനിൽ അള്ളാഹു നമുക്ക് ഹിഫ്ള് നൽകും, യഖീൻ നൽകും, തഹബ്ബുത്ത് നൽകും, ദൃഢത അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ. അതാണ് യഹ്ഫളുക എന്നതുകൊണ്ട് ഉദ്ദേശം. ഇഹ്ഫലില്ലാഹ യഹ്ഫളുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും വിശ്വാസകാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും സ്വഭാവ മേഖലകളിലും നീ സൂക്ഷിച്ചാൽ നിന്റെ ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരുന്നതാണ്. അള്ളാഹു നിനക്കതിൽ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്നതാണ് എന്നതാണ് ഇഹ്ഫലില്ലാഹ യഹ്ഫളുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഹ്ഫലില്ലാഹ തജിദുഹു തുജാഹക. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്തു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും വിശ്വാസകാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും സ്വഭാവ കാര്യങ്ങളിലും നീ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കണ്ടെത്തുന്നതാണ്. തജിദുഹു തുജാഹക എന്ന് പറഞ്ഞാൽ ഐ അമാമക, നിന്റെ മുമ്പിൽ കണ്ടെത്തുന്നത്. അള്ളാഹുവിനെ മുമ്പിൽ കണ്ടെത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിന്റെ ഓരോ കാര്യങ്ങളും നിനക്ക് എളുപ്പാക്കി തരും. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിക്കുമ്പോൾ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഉണ്ടാകും. നിന്റെ ദുനിയവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ അള്ളാഹു നിനക്ക് എളുപ്പാക്കി തരും. അള്ളാഹുവിൻ്റെ അപാരമായ സഹായം നിന്നിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹു നിന്റെ മുമ്പിലുള്ളതായി നിനക്ക് തോന്നും. തജിദുഹു തുജാഹക, നിന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു നിന്റെ കൂടെ ഉള്ളതായി നിനക്ക് അനുഭവപ്പെടും ഇതിനനുസരിച്ച് ജീവിച്ചാൽ എന്ന്. ഇതാണ് തജിദുഹു തുജാഹക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊന്നും പറഞ്ഞിട്ടില്ല. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പോൾ ചോദിക്കേണ്ടതൊക്കെ ആരോടാണ്? അള്ളാഹുവിനോടാണ്. ഇവിടെ ഇന്ന കാര്യങ്ങൾ എന്നൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക സുആലിനെ താരീഫ് ഒന്നും റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ പറഞ്ഞത് ഇദാ സഅൽത, സഅല യസ്അലു സുആലൻ, ചോദിക്കുക. നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാഹ്, അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. വൈദസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ, ഇവിടെയും ഇസ്തആന യസ്തഈനു ഇസ്തിആന, സഹായം തേടുക. ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറയും. അപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, സഹായം തേടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്തും അള്ളാഹുവിനോട് ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുടുംബബന്ധം മുറിക്കുന്ന കാര്യമല്ലാത്ത, പാപകരമല്ലാത്ത എന്തും അള്ളാഹുവിനോട് ചോദിക്കാം. എന്തും ചോദിക്കാം അള്ളാഹുവിനോട്. പിന്നെ നമ്മുടെ ചർച്ച എപ്പോഴാണ് ഒരു ചോദ്യം ഇബാദത്താകുന്നത്, എപ്പോഴാണ് ഒരു ചോദ്യം സഹായതേട്ടമാകുന്നത്, അല്ലെങ്കിൽ ഒരു സഹായതേട്ടം ഇബാദത്താകുന്നത് എന്നല്ല, മറിച്ച് എപ്പോഴാണ് ഒരു തേട്ടം ശിർക്കാകുന്നത് എന്നാണ്.
നമ്മൾ പറഞ്ഞത് 3-1 എങ്കിൽ ആ തേട്ടം ശിർക്കാണ്. നേരത്തെ പറഞ്ഞ ഫിമാലായ ഖദിർ വലൈഹി ഇല്ലല്ലയാണെങ്കിൽ അത് ശിർക്കാണ്, മയ്യത്തിനോടാണെങ്കിൽ ശിർക്കാണ്, ഗായിബിനോടാണെങ്കിൽ ശിർക്കാണ്. നമ്മൾ വേറൊരാൾ ചോദിക്കുന്നത്, തേടുന്നത്, ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമല്ല എങ്കിൽ അത് അനുവദനീയമാണ്. സൃഷ്ടികൾക്ക് പറ്റുന്ന, സൃഷ്ടികൾക്ക് അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും കൊടുത്ത മാനസികമായ കഴിവുകളിൽപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് എങ്കിൽ അത് അനുവദനീയമായ ചോദ്യമാണ്. മയ്യത്തല്ല എങ്കിൽ, അതായത് ഹയ്യാണ് എങ്കിൽ, ജീവിച്ചിരിക്കുന്ന ആളാണ് ചോദിക്കുന്നത് എങ്കിൽ അത് ശിർക്കല്ല. ഗായിബല്ല എങ്കിൽ, അതായത് ഹാലിറാണ് എങ്കിൽ, അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു ചോദ്യം അനുവദനീയമാകുന്നത് ആരോടാണ്? ഹയ്യും ഹാലിറും ഖാദിറുമായ ആളോടാണ് എന്നത്. അപ്പോൾ നീ ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, നീ സഹായം തേടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഈ ഭാഗമാണ് ഈ ഹദീസിനെ ഈ ഹെഡിങ്ങിൻ്റെ കീഴിൽ ശൈഖ് അവറുകൾ കൊണ്ടുവരാൻ കാരണം. അൽ ഇസ്തിആനത്തു ബിഗൈരില്ലാഹ് ശിർക്കാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. എപ്പോഴാണ് അത് ശിർക്കാകുക? വദാലിക ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിച്ച് കടന്നാൽ ഒരുപാട് സമയം അതിലേക്ക് കടക്കേണ്ടി വരും. ഈ പ്രാവശ്യം നമുക്ക് സമയം ഇല്ലാത്തതിനാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. ഹദീസ് പൂർണ്ണമായി നമുക്ക് ഇന്ന് വായിക്കാം. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. നീ അറിയണം, ഉമ്മത്ത് മുഴുവനും, അൽ ഉമ്മ, ഉമ്മത്ത് മുഴുവനും, ജനങ്ങൾ മുഴുവനും ലൗ ഇജ്തമഅത് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അലാ യൻഫഉക ബിശൈഇൻ എന്തെങ്കിലും ഒരു കാര്യം, ചെറിയ കാര്യത്തിൻ്റെ ഷൈഇ പറയും, എന്തെങ്കിലും ചെറിയൊരു കാര്യം വരെ നിനക്ക് ഉപകാരം ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, നിനക്ക് അല്ലാഹു എന്താണോ നിശ്ചയിച്ചത് ആ വിഷയത്തിൽ മാത്രമേ അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി എന്നതുകൊണ്ട് നിനക്ക് അല്ലാഹു നിശ്ചയിക്കാത്തൊരു കാര്യം ഇവരെല്ലാം ഒരുമിച്ച് കൂടി എന്നതിനാൽ കിട്ടുകയില്ല എന്ന്. നിന്റെ ഹല്ലിൽ അല്ലാഹു എഴുതിയത് മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ ഇജ്തമഉ അലാ അൻ യളുറൂക ബിശൈഇൻ ലം യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപദ്രവം വരുത്താൻ, ആ ഉപദ്രവം അള്ളാഹു നിന്നിൽ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. ഈ ഭാഗം നമ്മുടെ തവക്കുൽ വർദ്ധിപ്പിക്കുന്ന, അള്ളാഹുവുമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഏറെ ബന്ധിപ്പിക്കുന്ന ഒരു വാചകമാണ്. മഖ്ലൂക്കുകളെ പേടിക്കുന്ന, അസ്ബാബുകളെ മാത്രം ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തേത് കാര്യം പറയുമ്പോഴും അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്, അവരങ്ങനെ കളിക്കും, ഇവരിങ്ങനെ കളിക്കും, ഇത് പ്രശ്നമാണ്. അങ്ങനത്തെ ഈ ദുനിയവിൻ്റെ ആൾക്കാരുടെ കൂടെ ഇരുന്നാൽ നമ്മുടെ മനസ്സ് കുടിസായി പോകും. എപ്പോഴും പ്രശ്നങ്ങളെ പറയുക, അത് കേസാവും, അത് വിലക്കപ്പെട്ടതാണ്, അതങ്ങനെയാവും, ഒന്നും നടക്കൂല. ഈ രീതിയിൽ മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന കുറേ ചിന്താഗതികൾ. ദുനിയവിൻ്റെ ആൾക്കാരുടെ സംസാരം എപ്പോഴും അങ്ങനെയാണ്. ഈമാനുള്ള ആൾക്കാരുടെ കൂടി സംസാരിച്ചാൽ അള്ളാഹു അല്ലാത്ത ഒരാളെ നമുക്ക് പേടിക്കേണ്ടതില്ല, അള്ളാഹു അല്ലാത്ത ഒരാളിൽ നമുക്ക് ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നും നഫ്അോ നമ്മൾ പ്രതീക്ഷിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ടതില്ല. ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ടും അള്ളാഹു നിശ്ചയിക്കാത്തൊരു നഫ്അ് നമുക്ക് കിട്ടുകയില്ല എങ്കിൽ, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടും അള്ളാഹു നിശ്ചയിക്കാത്തൊരു ദുർറ് നമുക്ക് ബാധിക്കുകയില്ല എങ്കിൽ, പിന്നെന്തിനാണ് ആ ഒരു തവക്കുൽ വിട്ട് നമ്മൾ ഈ അസ്ബാബുകളെ പേടിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയാറുണ്ട്, ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ, പ്രത്യേകിച്ച് ദുന്യവിയായ വിഷയങ്ങളിൽ വസ്തുക്കളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന, കാരണങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരുടെ കൂടെ സുഹബത്തിൽ കൂടരുത് എന്ന്. നമ്മുടെ ഈമാൻ ബലഹീനമായി പോകും, നമ്മുടെ തവക്കുൽ ശോഷിച്ചു പോകും. കാരണം നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അള്ളാഹുവിൽ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കേണ്ട നമ്മളെ, ഹൃദയത്തിൻ്റെ താല്ലുക്ക് അള്ളാഹുവിൽ മാത്രമാക്കേണ്ട നമ്മളെ വസ്തുക്കളിൽ, സംഭവങ്ങളിൽ, വ്യക്തികളിൽ തളച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം അതിലൂടെ ഉണ്ടാകും. അവിടെ നമ്മളെ ഇജ്ജത്ത് ചോർന്നു പോകും. അള്ളാഹു വല്ലാത്ത മുമ്പിൽ തലമുനിക്കാത്ത ആ പ്രൗഢി നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും.
എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഭയങ്കര വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 8 10 വയസ്സ് വരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ദുന്യവിയായ രാഷ്ട്രീയ സംസാരിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരുന്നാൽ നമ്മുടെ മനസ്സങ്ങ് ഇടുങ്ങിപ്പോവും. ദഅവത്തൊന്നും ചെയ്യണ്ട, തൗഹീദൊന്നും പറയണ്ട, സുന്നത്തൊന്നും പറയണ്ട, ബിദഅത്തിനൊന്നും എതിർക്കണ്ട, ദീനിന് വേണ്ടി പണിയെടുക്കൊന്നും വേണ്ട. ഇതൊക്കെ പറയാൻ പോയാൽ അവിടെ കേസാണ്, ഇവിടെ കേസാണ്, ഒളിഞ്ഞിരുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ പിന്നാലെ ആരെല്ലോ ഉണ്ട്, അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ദുന്യവിയായ ഒരുപാട് കുടിസതകൾ നമ്മുടെ ഹൃദയത്തിൽ വന്നുകൂടുകയും നമ്മുടെ ഈമാൻ ജീർണത സംഭവിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ സുഹബത്ത് ഒഴിവാക്കുക. ഇൽമിൻ്റെ ആൾക്കാരുടെ കൂടെ, സാലിഹ്യങ്ങളുടെ കൂടെ, തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ കൂടെ ഉമ്മത്ത് മുഴുവനും ഒരുമിച്ച് കൂടിയാണ്. നമുക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അറിയാം. അറാദു ബിഹി കൈദ, ഇബ്രാഹിം നബിയെ ഒരു രാഷ്ട്രം മുഴുവനും എതിർത്തു. ഒരു പാർട്ടിയല്ല, ഒരു രാഷ്ട്രം, ഭരണാധികാരികളടക്കം. അറാദു ബിഹി കൈദ, ഭയങ്കരമായ തീക്കുണ്ടാരുണ്ടാക്കി ഇബ്രാഹിം നബിയെ തീയിലിട്ട് കരിച്ചു കളയാൻ ഒരു രാഷ്ട്രം മൊത്തം തീരുമാനിച്ചു, ഭരണാധികാരി അടക്കം. ഇബ്രാഹിം നബി ഒറ്റക്കാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? ഫജഅൽനാഹുമുൽ അസ്ഫലീൻ വജഅൽനാഹുമുൽ അഖ്സരീൻ. 2 പ്രയോഗങ്ങൾ പ്രയോഗിച്ച് 2 ആയത്ത്. ഒന്ന്, അവരെ താഴെയുള്ള ആൾ. ഇവർ വിചാരിച്ചു ഇവരാണ് മേലേൻ, ഇസ്സത്തും പ്രൗഢിയുമുള്ള ആൾക്കാർ ഇവരാണ്. ഇബ്രാഹിം നബി ഒന്നുമല്ല, ഇബ്രാഹിം നബി തീക്കുണ്ടാലത്ത് കരിച്ചു കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇമാമുൽ മുവഹിദുകളുടെ ഇമാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മേലെയായി. തീയിലിട്ടിട്ട് രോമം പോലും കരിക്കാൻ പറ്റിയിട്ടില്ല. ആ തീക്കുണ്ടാരത്തെ കുറിച്ചിട്ട് ചരിത്രകാരന്മാർ എഴുതിയത്, ആ തീക്കുണ്ടാരത്തിൻ്റെ മുകളിലൂടെ 5 കിലോമീറ്റർ മുകളിലൂടെ പറക്കുന്ന പക്ഷി പോലും കരിഞ്ഞു വീഴുമാറ് ഭയങ്കരമായ തീക്കുണ്ടാരായിരുന്നു എന്ന്. പക്ഷെ ഇബ്രാഹിം നബിയെ രോമം പോലും കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു രാഷ്ട്രം മൊത്തം ഒരുമിച്ച് കൂടിയിട്ട് പറ്റിയിട്ടില്ല. അതുതന്നെ അവരെ നഷ്ടവാളികളാക്കി. അവരെ ഇബ്രാഹിം നബിയെ തോപ്പിച്ച് കളയാം, ഇബ്രാഹിം നബിയുടെ തൗഹീദിന്റെ പ്രവർത്തനം ഇല്ലാണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞു ജഅൽനാഹുമുൽ അഖ്സരീൻ, അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു നമ്മൾ. അറാദു ബിഹി കൈദ, അതല്ല പറഞ്ഞത്. കുൽ നബി അങ്ങ് പ്രഖ്യാപിക്കുക, നമുക്ക് ബാധിക്കയില്ല, മാസമില്ല മാ കതബല്ലാഹു ലനാ, നമുക്ക് എന്താണ്? കുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമുക്ക് അള്ളാഹു എഴുതിയതേ നമുക്ക് ബാധിക്കുള്ളൂ. അള്ളാഹു നമുക്ക് ഇതൊന്നും ബാധിക്കുള്ളൂ. കുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന, അള്ളാഹുവാണ് നമ്മുടെ രക്ഷാധികാരി എന്ന് പരപ്രവാചകൻ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഭയങ്കര ഹദീസാണ് ഈ ഹദീസ്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞത് ചെറിയ മക്കളെ പഠിപ്പിക്കണം എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്ന 8 ഗുലാം എന്ന പ്രയോഗത്തെ പറ്റി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 8 വയസ്സാണെന്നും 10 വയസ്സാണെന്നും 12 വയസ്സിൻ്റെ താഴെയാണെന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ ചെറിയ മകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് തൗഹീദിൻ്റെ ഏറ്റവും ടോപ്പ് പാടാണ്. ആ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്: നീ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജ്ദുഹു തുജാഹക ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഈ പാഠം പഠിച്ച് നീ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കണം. ഭൂമി അള്ളാഹിൻ്റെതാണ്. അള്ളാഹുവാണ് ഭൂമിയുടെ അധികാരി. കൈകാര്യം ചെയ്യുന്ന മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്. എല്ലാം അടക്കി ഭരിക്കുന്ന മാലിക്കുൽ മുൽക്ക്, മാലിക്കുൽ മുലൂക്ക് അള്ളാഹുവാണ്. മലിക്കുൽ മുലൂക്ക്, മാലിക്കുൽ മുൽക്ക്. അല്ലാഹുമ്മ തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു നീയാണ് അധികാരികളുടെ അധികാരി, അധികാരത്തിൻ്റെ ഉടമസ്ഥനും അധികാരികളുടെ അധികാരിയും നീയാണ് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാറുണ്ട്, നമ്മൾ അള്ളാഹുവിനോട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടി ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കിങ്ങനെയുള്ള ഹദീസുകൾ പ്രചോദനമേകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്ന ചെറിയ മകന്, കൊച്ചുമകന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വലിയ ഉപദേശമാണ്. ഇത് നെഞ്ചിലേറ്റേണ്ട ഹദീസാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഫത്തിൽ അഖ്ലാം, പേനകൾ ഉണങ്ങിപ്പോയി. വറുഫിഅത്തി സുഹഫ്, ഏടുകൾ ഉയർത്തപ്പെട്ടു. അതായത് അല്ലാഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. അല്ലാഹുൽ മഹ്ഫൂദിലുള്ള ഒന്നും തന്നെ പിന്നെ തിരുത്തൂല. അത് ഫൈനലാണ്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുടെ ഫൈനൽ തീരുമാനം ആണ് അല്ലാഹുൽ മഹ്ഫൂദിലുള്ളത്. അല്ലാഹുൽ മഹ്ഫൂദിൽ എഴുതിയത് ഒന്നും തിരുത്തൂല. മലക്കുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അള്ളാഹു തിരുത്തുക. അത് തിരുത്താം. അതിന് പല ഷർത്തുകളൊക്കെ അത് വെച്ചിട്ടുണ്ടാകാം. അള്ളാഹു ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും, അവൻ ഇന്നത് ചോദിച്ചാൽ നിങ്ങളിത് കൊടുത്തോ, ചോദിച്ചിട്ടില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ഷർത്ത് വെച്ചിട്ടുണ്ട്. മലക്കുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ
അല്ലാഹുൽ മഹ്ഫൂദിൽ എഴുതിയ കാര്യങ്ങളൊന്നും എന്തില്ല, തിരുത്തപ്പെടുകയില്ല. അത് ഫൈനൽ റെക്കോർഡാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഫ്ഫത്തിൽ അക്ലാം വറുഫിഅത്തി സുഹഫ്, പേനകൾ അത് എഴുതി കഴിഞ്ഞു എന്നർത്ഥം, ഏടുകൾ ഉയർത്തപ്പെട്ടു, ഇനി തിരുത്തലില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ധൈര്യത്തോടെ ജീവിക്കാനും ഈ ഹദീസിൻ്റെ പാഠഭാഗങ്ങളെ അമലിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഈ തൗഹീദുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ശിർക്കുമായി ബന്ധപ്പെട്ട ഇസ്തിആനത്ത് ബിഗൈരില്ലാഹിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.